കത്തോലിക്ക ദേവാലയത്തിന് നേരെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരിടവകാംഗം കൊല്ലപ്പെട്ടു. സൗത്ത് സുഡാനിലെ കിഴക്കൻ ഇക്വറ്റോറിയ സംസ്ഥാനത്തെ മാഗ്വി കൗണ്ടിയിലെ അവർ ലേഡി ഓഫ് അസംഷൻ പാരിഷ് ലോവയിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ദക്ഷിണ സുഡാൻ പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റിലെ സൈന്യമാണ് പള്ളി ആക്രമിച്ചത്. സൈനികർ മുന്നറിയിപ്പില്ലാതെ വെടിയുതിർത്തു. ഇടവകയിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിയുണ്ടകൾ റെക്ടറിയുടെ ചുമരുകളിലും ജനാലകളിലും പതിച്ചു. തങ്ങളുടെ പ്രവൃത്തികൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിൽ സൈനികർ കൊല്ലപ്പെട്ട ഇടവകക്കാരന്റെ മൃതദേഹവും കൊണ്ടുപോയി മറച്ചുവെച്ചു. ഫോറൻസിക് തെളിവുകൾ നീക്കം ചെയ്യുന്നതിനായി നിലത്തെ രക്തം മണ്ണുകൊണ്ട് മൂടി. ഇതുവരെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. നുഴഞ്ഞുകയറ്റത്തിനിടെ പള്ളി ജീവനക്കാരെയും പ്രദേശത്തെ താമസക്കാരെയും ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ടോറിറ്റ് രൂപതയുടെ പ്രസ്താവനയിൽ പറയുന്നു. ടോറിറ്റിലെ ബിഷപ്പ് ഇമ്മാനുവൽ ബെർണാഡിനോ പള്ളിയിൽ നടന്ന കടന്നുകയറ്റത്തെയും അതിൻ്റെ പവിത്രതയുടെയും നിഷ്പക്ഷതയുടെയും ഗുരുതരമായ ലംഘനത്തെയും ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുടെയും അവകാശങ്ങളുടെയും ലംഘനത്തെയും അപലപിച്ചു. സംഭവത്തെക്കുറിച്ച് ഉടനടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഉൾപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ തിരിച്ചറിയുകയും ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ SSPDF-ൽ നിന്നുള്ള വ്യക്തമായ ഉറപ്പുകളും വ്യക്തമായ പ്രോട്ടോക്കോളുകളും ആവശ്യപ്പെടുന്നു. മൃതദേഹം മാന്യമായി സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും ബിഷപ്പ് ഇമ്മാനുവൽ ബെർണാഡിനോ അഭ്യർത്ഥിച്ചു.